ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ജെയ് അഡ്വാൻസ് പേപ്പറിലെ മാത്തമാറ്റിക്സിലെ സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് കോണിക് സെക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് പി ബി ദ പോയിന്റ് ഓൺ ദി പാരബോള y is equal to x square such that the slope of the tangent to the parabola at the point P is 4. Let Q be the point in the first quadrant lying on the circle x square plus y square equal to 2 such that the slope of the tangent to the circle at the point Q is -1. Let R be the point in the first quadrant lying on the ellipse x square plus 4y square equal to 8 such that the slope of the tangent to the ellipse at the point R is -1/2. Then the radius of the circle passing through the points P, Q and R. അപ്പോൾ നോക്കിയേ മക്കളെ, നമുക്ക് 3 പോയിന്റുകൾ തന്നിരിക്കുന്നു P, Q and R. നമുക്ക് എന്താ ഫൈനലി കണ്ടുപിടിക്കേണ്ടത്? ഈ 3 പോയിന്റുകളിലൂടെയും കടന്നു പോകുന്ന സർക്കിളിന്റെ റേഡിയസ് അല്ലേ? അപ്പൊ നമുക്ക് ഈ 3 പോയിന്റുകളും ഒന്ന് നോക്കാം. ആദ്യം P എന്ന് പറയുന്ന പോയിന്റിനെ പറ്റി ചിന്തിക്കാം. എന്താ P എന്ന് പറയുന്ന പോയിന്റ്? P be a point on the parabola y is equal to x square. അപ്പോൾ y is equal to x square എന്ന് പറയുന്ന പാരബോളയിലെ പോയിന്റ് ആണ് P എന്ന് പറയുന്നത്. ശരിയല്ലേ? മാത്രമല്ല Pക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ Pയുടെ പ്രത്യേകത? P എന്ന് പറയുന്ന പോയിന്റിലൂടെ നമ്മുടെ പാരബോളയ്ക്ക് ഒരു ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റിന്റെ സ്ലോപ്പ് 4 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് അല്ലേ? അതുകൊണ്ട് ഞാൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. സോ dy/dx is equal to 2x. ശരിയാണല്ലോ? പക്ഷെ dy/dx അഥവാ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്ന് പറയുന്നത് 4 ആണ്. സോ വി ഹാവ് 4 is equal to 2x and from there x can be 2. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടിയല്ലോ. ശരിക്കും ഈ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് P എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. y കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പാരബോളയുടെ ഇക്വേഷനകത്തേക്ക് എക്സിന് 2 കൊടുത്താൽ പോരെ. അപ്പൊ നമുക്ക് y is equal to x square എന്നാണ് പാരബോളയുടെ ഇക്വേഷൻ. എക്സിന് 2 കൊടുത്താൽ y is equal to 2 square വരും, or y is equal to 4. അപ്പൊ എക്സ് കോർഡിനേറ്റും കിട്ടി, y കോർഡിനേറ്റും കിട്ടി. അങ്ങനെയാണെങ്കിൽ P എന്ന് പറയുന്ന പോയിന്റ് ഏതാ മക്കളെ വരിക? എക്സ് കോർഡിനേറ്റ് 2 ആണ്, y കോർഡിനേറ്റ് 4 ആണ്. അപ്പൊ ഇതാണ് P എന്ന് പറയുന്ന പോയിന്റ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി മറ്റു പോയിന്റുകളും കൂടെ നോക്കാം. ക്യൂവും ആറും ഉണ്ടല്ലോ. ആദ്യം ക്യൂവിനെ പറ്റി ചിന്തിക്കാം. എന്താ ക്യൂവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ക്യൂ ബി ദ പോയിന്റ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ക്യൂ ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോയിന്റാ. അതുകൊണ്ട് തന്നെ ക്യൂവിന്റെ എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? മാത്രമല്ല P എന്ന് പറയുന്ന പോയിന്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന സർക്കിളിലെ പോയിന്റ്. മാത്രമല്ല ക്യൂയിലൂടെ സർക്കിളിന് ഒരു ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് ആ സർക്കിൾ എടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy/dx ആണ്, ഡെറിവേറ്റീവ് ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് dy/dx കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ നിന്ന് y സ്ക്വയർ എടുക്കുന്നു. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 - x സ്ക്വയർ. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2 - x സ്ക്വയർ ആണ്. പക്ഷെ നമ്മുടെ പോയിന്റ് Q ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അതുകൊണ്ട് തന്നെ y കോർഡിനേറ്റ് പോസിറ്റീവ് ആണല്ലോ. അതുകൊണ്ട് ഞാൻ പോസിറ്റീവ് റൂട്ട് മാത്രമേ എടുത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. therefore dy/dx is equal to derivative of square root of 2 - x square 1/2 root 2 - x square into then 2 - x square ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? -2x. അപ്പോൾ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം, which implies but dy/dx എന്ന് പറഞ്ഞാൽ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ്. ടാൻജന്റിന്റെ സ്ലോപ്പ് -1 എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ dy/dx ന് നമുക്ക് -1 എന്ന് കൊടുക്കാം, which is equal to -x divided by root of 2 - x square. ക്ലിയർ അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 - x square is equal to x എന്ന് വരും. സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്താൽ 2 - x square is equal to x square ആകും. And from there you can write 2x square is equal to 2 or x square is equal to 1 implies x is equal to പ്ലസ് ഓർ -1 ആണ്. പക്ഷെ നമുക്കറിയാം Q എന്ന് പറയുന്ന പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോയിന്റ് ആണ്. അതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. സോ നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതിയാകും. സോ x is equal to 1. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കണ്ടുപിടിക്കാം.
y കണ്ടുപിടിക്കാനായിട്ട് x is equal to 1 എന്ന് എവിടെ കൊടുത്താൽ മതിയാകും? സർക്കിളിന്റെ ഇക്വേഷനകത്തേക്ക് കൊടുത്താൽ മതിയാകും. ദാ ഇവിടെ നമ്മൾ y is equal to root of 2 minus x square എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ y is equal to root of 2 minus 1 square, അതായത് y is equal to root 1 അഥവാ 1 എന്നല്ലേ കിട്ടുക. അങ്ങനെയാണെങ്കിൽ q ന്റെ കോർഡിനേറ്റ്സ് നമുക്ക് എന്താ എഴുതാൻ പറ്റുക? x കോർഡിനേറ്റ് 1 ആണ്, y കോർഡിനേറ്റ് 1 ആണ്. അപ്പോൾ q കിട്ടി, ശരിയല്ലേ? ഇനി നമുക്ക് r എന്ന് പറയുന്ന പോയിന്റ് നോക്കാം. r എന്ന് പറയുന്ന പോയിന്റ് അഗെയിൻ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോയിന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ r എന്ന് പറയുന്ന പോയിന്റിന്റെയും x കോർഡിനേറ്റും y കോർഡിനേറ്റും എന്തായിരിക്കും? ഒബ്വിയസ്ലി പോസിറ്റീവ് ആയിരിക്കും, ശരിയല്ലേ? ഓക്കെ. മാത്രമല്ല r എന്ന് പറയുന്ന പോയിന്റ് x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ is equal to 8, x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ is equal to 8 എന്ന് പറയുന്ന എലിപ്സിലെ പോയിന്റാണ്, ശരിയാണല്ലോ? ഓക്കെ. മാത്രമല്ല ആ പോയിന്റിലൂടെ നമ്മൾ ഒരു ടാൻജന്റ് എലിപ്സിന് വരച്ചാൽ ആ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണല്ലോ? അപ്പൊ ഇവിടെയും ടാൻജന്റിന്റെ സ്ലോപ്പ് വേണമെങ്കിൽ ഡെറിവേറ്റീവ് വേണം. ഞാൻ ഡെറിവേറ്റീവ് എടുക്കുന്നു. 4y സ്ക്വയർ is equal to 8 minus x square, അല്ലെ? അവിടെ നിന്ന് എനിക്ക് y സ്ക്വയർ is equal to 8 minus x square divided by 4 എന്നും y is equal to ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോയിന്റ് ആയതുകൊണ്ട് y പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുത്താൽ മതിയാകും. റൂട്ട് ഓഫ് 8 minus x square divided by 4ന്റെ റൂട്ട് 2 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് y, അല്ലെ? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dy by dx is equal to 1/2 into, അല്ലെ? റൂട്ട് ഓഫ് 8 minus x squareന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് 8 minus x square into 8 minus x squareന്റെ ഡെറിവേറ്റീവ് എന്താ? -2x എന്ന് വരും. അഗെയിൻ ദാ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എനിക്ക് dy by dx is equal to, പക്ഷെ നോക്കിയേ മക്കളെ, dy by dx എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ്. അത് 1/2 എന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ dy by dx പകരം എനിക്ക് -1/2 എഴുതാം. ക്ലിയർ അല്ലേ? തന്നിരിക്കുന്ന കാര്യമാണ്. വിച്ച് ഈസ് ഈക്വൽ ടു -x divided by 2 root 8 minus x square. അഗെയിൻ നമുക്കിതാ ഈ രണ്ട് 2കൾ ക്യാൻസൽ ചെയ്യാം. മൈനസ് മൈനസ് ക്യാൻസൽ ആയി പോകും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 8 minus x square is equal to x എന്നല്ലേ വരിക? സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്താൽ 8 minus x square is equal to x square എന്ന് വരും. ആൻഡ് ഫ്രം ദെയർ 2x square is equal to 8 or x square is equal to 4 എന്ന് വരും, ശരിയാണല്ലോ? അല്ലെ? x square 4 ആണെങ്കിൽ obviously x is equal to plus or minus 2 ആണ്. പക്ഷേ ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോയിന്റ് ആയതുകൊണ്ട് x കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. ഞാൻ 2 എടുക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കി, r എന്ന് പറയുന്ന പോയിന്റിന്റെ x കോർഡിനേറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. r ന്റെ x കോർഡിനേറ്റ് എത്രയാ? 2 ആണ്. y കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. അതിന് എന്ത് ചെയ്താൽ മതി? എലിപ്സിന്റെ ഇക്വേഷനകത്തേക്ക് x ന് 2 കൊടുത്താൽ പോരെ, അല്ലെ? ഇവിടെ നമ്മൾ ഇതാ y is equal to root of 8 minus x square by 2 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇവിടെ y എന്താ കിട്ടുക? y is equal to root of 8 minus 2 square by 2. 8 minus 2 square എന്ന് പറഞ്ഞാൽ 4 ആണ്. root 4 2 ആണ്. സോ 2/2 1 എന്നല്ലേ കിട്ടുക? അങ്ങനെയാണെങ്കിൽ r ന്റെ കോർഡിനേറ്റ്സ് നമുക്ക് എന്താ എഴുതാൻ പറ്റുക? r ന്റെ x കോർഡിനേറ്റ് 2 ആണ്, y കോർഡിനേറ്റ് 1 ആണ്. സോ r ന്റെ കോർഡിനേറ്റ്സ് ഓർഡേർഡ് പെയർ 2,1. ക്ലിയർ അല്ലേ? അപ്പൊ 3 പോയിന്റുകളും കിട്ടിയല്ലോ. p കിട്ടി, q കിട്ടി, r കിട്ടി. ഇനി എന്താ വേണ്ടത്? ഈ 3 പോയിന്റുകളിലൂടെയും കടന്നു പോകുന്ന സർക്കിളിന്റെ റേഡിയസ് ആണ് വേണ്ടത്, ശരിയാണല്ലോ? അപ്പൊ അതിന് ശരിക്കും നമ്മൾ ഈ 3 പോയിന്റുകളിലൂടെയും കടന്നു പോകുന്ന സർക്കിളിന്റെ ഇക്വേഷൻ ഒക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അത് കുറച്ച് പണിയാണ്, അല്ലെ? പക്ഷെ ഒന്ന് നോക്കാം, ഇവിടെ തന്നിരിക്കുന്ന ഈ 3 പോയിന്റുകൾക്ക് ഒരു പ്രത്യേകതയുള്ളതായിട്ട് കാണാം. എന്താ പ്രത്യേകത? ദാ p എന്ന് പറയുന്ന പോയിന്റും അതുപോലെ തന്നെ r എന്ന് പറയുന്ന പോയിന്റും എടുക്കുക. p യും r ഉം രണ്ട് പോയിന്റുകളുടെയും x കോർഡിനേറ്റുകൾ സെയിം അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോയിന്റുകളും y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലെ പോയിന്റുകളായിട്ടല്ലേ വരിക? x is equal to 2 എന്ന് പറയുന്ന ലൈനിലെ പോയിന്റുകളാണ്. കാരണം രണ്ട് പോയിന്റുകളുടെയും x കോർഡിനേറ്റ് 2 ആണ്, അല്ലെ? അപ്പോൾ x is equal to 2 എന്ന് പറയുന്ന ലൈൻ ദാ ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻ വരും. അപ്പൊ ഈ ലൈനിലെ പോയിന്റുകളാണ് p യും അതുപോലെ തന്നെ q. p എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? p എന്ന് പറയുന്ന പോയിന്റ് 2,4, അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് വേറെ ഏതാണ്? r എന്ന് പറയുന്ന പോയിന്റ് 2,1. അപ്പൊ r എന്ന് പറയുന്ന പോയിന്റ് 2,1 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി ഒന്ന് നോക്കിയേ മക്കളെ, q എന്ന് പറയുന്ന പോയിന്റിന്റെയും r എന്ന് പറയുന്ന പോയിന്റിന്റെയും y കോർഡിനേറ്റുകൾ സെയിം അല്ലേ? y കോർഡിനേറ്റ് 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ q ആണെങ്കിലും r ആണെങ്കിലും y is equal to 1 എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലൈനിലെ പോയിന്റുകൾ ആയിരിക്കില്ലേ? അപ്പൊ q മാറും, y is equal to 1. ഇതാണ് y is equal to 1, അല്ലെ?
ക്യൂവിന്റെ കോർഡിനേറ്റ്സ് 1,1 ആണ്. അപ്പൊ അത് ഏതാണ്ട് ഇവിടെ വരും. ഇത് ക്ലിയർ ആയല്ലോ. ചുരുക്കി പറഞ്ഞാൽ പിയും ക്യൂവും ആറും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ വെർട്ടീസസ് ആണെന്ന് കാണാൻ പറ്റും. സമ്മതിക്കോ? അല്ലെ? അപ്പൊ പി ക്യു ആർ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളാ. അങ്ങനെയാണെങ്കിൽ ഈ 3 പോയിന്റുകളിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ സർക്കം സർക്കിളാ ശരിക്കും പറഞ്ഞാൽ, അല്ലെ? ഏതാണ്ട് ഇതാ ഇങ്ങനെ വരും, അല്ലെ? ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ സർക്കം സർക്കിളാ. നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ സർക്കം സർക്കിൾ എടുത്താൽ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ ഹൈപ്പറ്റ്ന്യൂസിന്റെ ഹാഫ് ആയിരിക്കില്ലേ? വളരെ സിമ്പിൾ റിസൾട്ട് ആണ്, അല്ലെ? ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സർക്കിളിന്റെ റേഡിയസ് കിട്ടാനായിട്ട് പി ക്യൂവിന്റെ റേഡിയസ് ഇസ് ഈക്വൽ ടു പി ക്യൂ എന്ന് പറയുന്നത് ഹൈപ്പറ്റ്ന്യൂസ് ആണ്. അപ്പൊ അതിന്റെ ഹാഫ് എടുത്താൽ പോരെ മക്കളെ? വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു പി ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 2 - 1 ദ ഹോൾ സ്ക്വയർ, അല്ലെ? പ്ലസ് 4 - 1 ദ ഹോൾ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 10 എന്നല്ലേ കിട്ടുക, അല്ലെ? 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് കിട്ടും, സ്ക്വയർ റൂട്ട് ഓഫ് 10. അപ്പൊ ഇതിനെ നമുക്ക് ഓപ്ഷൻസിൽ ഉള്ളതുപോലെ മാറ്റി എഴുതാം. ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, ഇതിനെ റൂട്ട് ഓഫ് 10/4 എന്ന് എഴുതുന്നു. കാരണം റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് എന്താ കിട്ടുക? 5/2. സോ സ്ക്വയർ റൂട്ട് ഓഫ് 5/2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 5/2 ഓപ്ഷൻ സി ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let t be the tangent to the parabola y square equal to 16x at the point ordinate pair 64, 32. Let L be the tangent to the same parabola at another point ordinate pair x1, y1 on the parabola. If L and T are perpendicular to each other, then the distance between the point ordinate pair x1, y1 and the focus of the parabola. അപ്പോൾ നോക്കിയേ മക്കളെ, ഇവിടെ ഒരു പാരബോള തന്നിരിക്കുന്നു. y square is equal to 16x. അപ്പൊ ഇതല്ലേ ഇവിടുത്തെ പാരബോള. ഈ പാരബോളയിൽ 64, 32 എന്ന് പറയുന്ന പോയിന്റിലൂടെ വരച്ചിരിക്കുന്ന ഒരു ടാൻജന്റ് ആണ് ടി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു പാരബോളയെ സംബന്ധിച്ചിടത്തോളം ഓർഡിനേറ്റ് പെയർ x1, y1 വരച്ചിരിക്കുന്ന ടാൻജന്റ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാ എഴുതുക? y സ്ക്വയർ മാറ്റി y1 ആക്കണം, അല്ലെ? x മാറ്റിയിട്ട് x + x1/2 ആക്കണം. ശരിയല്ലേ? പക്ഷെ ഇവിടെ നോക്കിയേ, നമ്മൾ ടാൻജന്റ് വരച്ചിരിക്കുന്നത് 64, 32 എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കേസിൽ x1 എന്ന് പറയുന്നത് 64 ആണ്, അതുപോലെ y1 എന്ന് പറയുന്നത് 32 ആണ്, അല്ലെ? അപ്പോ y1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? 32 എന്ന് കൊടുക്കാം. സോ 32y is equal to 16ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് എനിക്ക് 8 ആക്കാം. സോ 8 ഇൻറ്റു x പ്ലസ് x1 പകരം 64. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് 4y is equal to x plus 64 എന്ന് എഴുതാം. ഓർ y is equal to 1/4x plus 16 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് ടി എന്ന് പറയുന്ന ടാൻജന്റിന്റെ ഇക്വേഷൻ. ശരിയല്ലേ? ഇനി നമുക്ക് എൽ എന്ന് പറയുന്ന ടാൻജന്റിനെ പറ്റി ചിന്തിക്കാം. എൽ എന്ന് പറയുന്ന ടാൻജന്റ് ടിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ടാൻജന്റാണ്. ശരിയാണല്ലോ? ഇവിടെ നോക്കി, ടിയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/4 ആണ്. y is equal to mx plus ഈ ഫോമിലാണ് ടി. അപ്പൊ m ആയിട്ട് അവിടെ വന്നിരിക്കുന്നത് 1/4 ആണല്ലോ. അപ്പോ ടിയുടെ സ്ലോപ്പ് 1/4. അങ്ങനെയാണെങ്കിൽ ടിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എല്ലിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -4 ആയിരിക്കില്ലേ? സ്ലോപ്പ് is equal to -4. ക്ലിയർ അല്ലേ മക്കളെ? അല്ലെ? പക്ഷെ നോക്കി, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ dy/dx ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ dy/dx അല്ലേ ഈ -4 ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, dy/dx കണ്ടുപിടിക്കാം, അല്ലെ? dy/dx നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ y സ്ക്വയർ is equal to 16x ആണ്. അപ്പൊ ഞാൻ ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. 2y into dy/dx is equal to 16. അപ്പൊ അവിടെ നിന്ന് എനിക്ക് dy/dx is equal to 8 divided by y എന്നാണ് കിട്ടുന്നത്. ശരിയാണല്ലോ? പക്ഷെ നോക്കിയേ മക്കളെ, dy/dx എന്ന് പറയുന്നത് ശരിക്കും ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ്. അപ്പൊ എൽ എന്ന് പറയുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് നമുക്ക് -4 എന്ന് കിട്ടിയത് കൊണ്ട് ആ എൽ എന്ന് പറയുന്ന ടാൻജന്റിനെ സംബന്ധിച്ചിടത്തോളം dy/dx എന്ന് പറഞ്ഞാൽ -4 ആണ്. സോ -4 is equal to 8/y. അപ്പൊ അവിടെ നിന്ന് എനിക്ക് y is equal to -2 എന്ന് കിട്ടും.
അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എൽ എന്ന് പറയുന്ന ടാൻജന്റ് വരച്ചിരിക്കുന്നത് ഏത് പോയിന്റിലാണോ ആ പോയിന്റിന്റെ y കോർഡിനേറ്റ് ആണ് ഈ -2 ആയിട്ട് വരുന്നത്. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ y = -2 എന്നുള്ളത് നമ്മുടെ പാരബോളോയിഡ് ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ y -2 ആണെങ്കിൽ പാരബോളോയിഡ് ഇക്വേഷൻ എന്താകും? -2ന്റെ സ്ക്വയർ അല്ലെ 4 = 16x എന്നാകും. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് x = 1/4 എന്നല്ലേ പറയാൻ പറ്റുക. അപ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റും കിട്ടി. അപ്പൊ എൽ എന്ന് പറയുന്ന ടാൻജന്റ് വരച്ചിരിക്കുന്ന പോയിന്റ് അത് x1 y1 എന്ന പോയിന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് x1 y1 എന്ന് പറയുന്ന പോയിന്റ് എന്താണെന്ന് കിട്ടി? 1/4, -2 ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്ക് എന്തുകൂടെ വേണം? ഇനി നമുക്ക് ആ പാരബോളയുടെ ഫോക്കസും കൂടി വേണം. ശരിയല്ലേ? കാരണം ഓഡേറ്റർ x1 y1 എന്ന് പറയുന്ന പോയിന്റും പാരബോളയുടെ ഫോക്കസുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഫൈനലായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് ആ പാരബോളയുടെ ഫോക്കസ് ഒന്ന് കണ്ടുപിടിച്ചാലോ? പാരബോളയുടെ ഫോക്കസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ പാരബോള y² = 16x ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 4a സ്ഥാനത്ത് 16 അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ a എന്നുള്ളത് 4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഫോക്കസ് എന്താ വരിക? ഫോക്കസ് = ഓഡേറ്റ് പെയർ a0 അല്ലെ? പാരബോളയുടെ ഫോക്കസ് which is equal to ഓഡേറ്റ് പെയർ 4,0. അങ്ങനെയാണെങ്കിൽ നമുക്ക് x1 y1 എന്ന് പറയുന്ന പോയിന്റും ഈ ഫോക്കസുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാലോ? therefore distance is equal to ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം അല്ലെ? √4 - 1/4 the whole square x2 - x1 the whole square plus 0 - -2 the whole square is equal to √15/4 the whole square plus 2 square. അതായത് 225 / 16 plus 4 എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്താൽ √289 / 16. 289ന്റെ റൂട്ട് 17 ആണ്. 16ന്റെ റൂട്ട് 4 വരും. സോ 17 / 4 ആണ് നമുക്ക് ആ ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. 17 / 4 ഓപ്ഷൻ സി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the ellipse E given by x² / 18 plus y² / 12 is equal to 1. Let H be the hyperbola whose eccentricity is the reciprocal of the eccentricity of E and whose foci are the same as that of E. Let P and Q be the points of intersection of H and the parabola √5y is equal to x² in the first quadrant. Let D be the distance between P and Q if A and B are the integers such that d² is equal to a plus b √5 then the value of a minus b. Okay. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു എലിപ്സ് തന്നിരിക്കുന്നു ആദ്യം അല്ലെ? ഇ എന്ന് പറയുന്ന എലിപ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ആ എലിപ്സിനെ പറ്റി ചിന്തിക്കാം. ഇ എന്ന് പറയുന്ന എലിപ്സ് നമ്മൾ എടുത്താൽ എലിപ്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. x² / 18 plus y² / 12 is equal to 1 അല്ലെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ a² is equal to 18 and b² is equal to 12. എലിപ്സ് ആയതുകൊണ്ട് തന്നെ c² is equal to a² minus b² which is equal to 18 minus 12 is equal to 4. Right? Sorry, 6 അല്ലേ? അപ്പോൾ 6 കിട്ടും. അപ്പോൾ c² 6 ആണെങ്കിൽ c എത്രയാ മക്കളെ കിട്ടുക? √6 എന്ന് കിട്ടും അല്ലെ? അപ്പോൾ c √6 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എലിപ്സിന്റെ ഫോക്കസുകൾ ഏതായിരിക്കും? ± c0 അതായത് ±√60. ക്ലിയർ ആണല്ലോ അല്ലെ? അതുപോലെ തന്നെ എക്സെൻട്രിസിറ്റി എന്താ കിട്ടുക? എക്സെൻട്രിസിറ്റി c/a ആണെന്ന് നമുക്കറിയാം. സോ c/a, c എത്രയാ? √6. a എത്രയാ? a² 18 ആണ്. അപ്പോൾ a എന്ന് പറഞ്ഞാൽ √18 കിട്ടും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് √6/18 അതായത് √1/3 അല്ലെ? സോ 1/√3 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എലിപ്സിന്റെ ഫോക്കസുകൾ നമ്മൾ കണ്ടുപിടിച്ചു. അതോടൊപ്പം തന്നെ എന്ത് കണ്ടുപിടിച്ചു? എക്സെൻട്രിസിറ്റിയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഹൈപ്പർബോളയുടെ കാര്യത്തിലേക്ക് വരാം. ഹൈപ്പർബോളയെ സംബന്ധിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എലിപ്സിന്റെ എക്സെൻട്രിസിറ്റിയുടെ റെസിപ്രോക്കൽ ആണ്. എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 1/√3 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള √3 ആയിരിക്കില്ലേ? ശരിയാണല്ലോ. മാത്രമല്ല ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എലിപ്സിന്റെ ഫോക്കസുകൾ ഏതൊക്കെയാണോ അത് തന്നെയാണ് ഹൈപ്പർബോളയുടെ ഫോക്കസുകൾ. ശരിയാണല്ലോ. അപ്പൊ എലിപ്സിന്റെ ഫോക്കസുകൾ നമുക്ക് ±√6,0 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൈപ്പർബോളയുടെ ഫോക്കസുകളും എന്ത് തന്നെയാ?
ആ സെയിം പോയിന്റുകൾ തന്നെയാണ്, അതായത് ±√6,0. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൈപ്പർബോളയെ സംബന്ധിച്ചിടത്തോളം സി എന്ന് പറയുന്നത് എന്ത് തന്നെയാ? √6 തന്നെയാണല്ലോ. ശരിയല്ലേ മക്കളെ? അല്ലെ? ഓക്കെ. ഇനി നോക്കടാ എന്താ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് പി ആൻഡ് ക്യൂ ബി ദി പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എച്ച് ആൻഡ് എ പാരബോള √5y = x² ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഈ എലിപ്സും അതുപോലെ അവരൊരു പാരബോള തന്നിട്ടുണ്ട്. ഇവര് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളാണല്ലോ പിയും ക്യൂവും. അപ്പൊ നമുക്ക് ഈ രണ്ട് കർവുകളും കൂടെ ഒന്ന് സോൾവ് ചെയ്താൽ പിയും ക്യൂവും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിനാദ്യം നമുക്ക് എന്ത് വേണം? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ വേണം. ശരിയാണല്ലോ. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് എ വേണം, ബി വേണം. ക്ലിയർ അല്ലേ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? ഇ ഉണ്ട്, അതുപോലെ സി ഉണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഈ സി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എ ഇൻറ്റു ഇ ആണെന്ന് നമുക്കറിയാം. ക്ലിയർ അല്ലേ? സി ഇസ് ഈക്വൽ ടു എ ഇ. അപ്പൊ എ ഇൻറ്റു ഇ ആണ് √6 ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് എ ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ √3 അല്ലെ, ഇസ് ഈക്വൽ ടു √6. അപ്പൊ അവിടെ നിന്ന് എനിക്ക് എ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? √2 എന്ന് കിട്ടും. എ √2 ആണെങ്കിൽ a² എന്ന് പറഞ്ഞാൽ 2 ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ബിയും കൂടെ കണ്ടുപിടിക്കണം അല്ലെ. b² കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? എലിപ്സ് ആണെങ്കിൽ b² = a² ഇൻറ്റു 1 - e² എന്ന് എഴുതാം. എന്നാൽ ഹൈപ്പർബോള ആണെങ്കിലോ b² = a² ഇൻറ്റു e² - 1. a² 2 ആണ്, e² ഈ √3 ആണ്, e² 3 ആണ്, 3 - 1. അപ്പൊ 2 × 2 4 എന്ന് കിട്ടത്തില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈപ്പർബോള h അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? x² / a², അതായത് x² / √2² മൈനസ് y² / b². b² എത്രയാ? 4 = 1 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? അല്ലെ? വേണമെങ്കിൽ ഒരു 4 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഡിനോമിനേറ്റേഴ്സിനെ ഒഴിവാക്കാം. അപ്പൊ എന്താ കിട്ടുക? 2x² മൈനസ് y² = 4 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഹൈപ്പർബോളയും അതുപോലെ നമുക്ക് മറ്റൊരു പാരബോള ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് √5y = x². അല്ലെ? ഇവര് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളാണ് പിയും ക്യൂവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? അത് ഡി ആണെങ്കിൽ d² നമുക്ക് എങ്ങനെ കിട്ടും? a + b √5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എനിവേ നമുക്ക് ആദ്യം എന്ത് വേണം? പിയും ക്യൂവും ആ രണ്ട് പോയിന്റുകൾ വേണം. അതായത് ഈ ഇക്വേഷൻ നമ്പർ 1ഉം അതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 2ഉം കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ വേണം. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ വേണമെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസും കൂടി ഒന്ന് സോൾവ് ചെയ്യല്ലേ വേണ്ടത്. അപ്പൊ ഞാൻ ഈ രണ്ട് ഇക്വേഷൻസും കൂടി ഒന്ന് സോൾവ് ചെയ്യുന്നു. രണ്ട് ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്യാനായിട്ട് ഇക്വേഷൻ നമ്പർ 2 എടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 1ലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? അപ്പൊ നമുക്ക് എന്താ കിട്ടുക? x² പകരം √5y എന്ന് കൊടുക്കാം. x² പകരം √5y കൊടുത്താൽ 2√5y അല്ലെ എന്നല്ലേ വരിക? മൈനസ് y² = 4. അപ്പൊ മൈനസ് y² = 4 എന്ന് കിട്ടും. അപ്പൊ അവിടെ നിന്ന് എനിക്ക് y² അല്ലെ മൈനസ് 2√5y + 4 = 0 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? അല്ലെ? ഇത് സോൾവ് ചെയ്താൽ എനിക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? വൈയുടെ വാല്യൂ കിട്ടത്തില്ലേ? അല്ലെ? വൈക്ക് രണ്ട് വാല്യൂസ് കിട്ടും. മക്കളെ ഒന്ന് നോക്കടാ. ഈ കിട്ടുന്ന രണ്ട് വാല്യൂസും ശരിക്കും പറഞ്ഞാൽ എന്താ? ഈ പിയുടെയും ക്യൂയുടെയും എന്തായിരിക്കും? y കോർഡിനേറ്റുകളായിരിക്കില്ലേ? സപ്പോസ് പിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഓഡേഡ് പെയർ x1/1 ആണെന്ന് ഇരിക്കട്ടെ. അതുപോലെ ക്യൂവിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഓഡേഡ് പെയർ x2/2 ആണെന്ന് ഇരിക്കട്ടെ. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയടാ, ഈ രണ്ട് ഇക്വേഷൻസും കൂടി എടുത്ത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴല്ലേ എനിക്ക് വൈയിലുള്ള ഈ ക്വാഡ്രാറ്റിക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആ രണ്ട് y വാല്യൂസും ശരിക്കും പറഞ്ഞാൽ എന്താ? ഈ പിയുടെയും ക്യൂവിന്റെയും y കോർഡിനേറ്റ്സ് ആയിരിക്കില്ലേ? ശരിയല്ലേ? ഒന്ന് y1 ആയിട്ട് എടുക്കാം, അടുത്തത് y2 ആയിട്ട് എടുക്കാം. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് y1 + y2 ഞാൻ എടുത്താലേ സം ഓഫ് ദ റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്താൽ പോരെ? -b/a എന്താ കിട്ടുക? 2√5 എന്ന് കിട്ടും. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എടുത്താൽ y1 × y2. y1 × y2 എന്ന് പറഞ്ഞാൽ c/a 4/1 എന്ന് കിട്ടത്തില്ലേ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നോക്കിയ മക്കളെ, നമ്മൾ എന്തായാലും ആദ്യം എന്ത് കണ്ടുപിടിച്ചു? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി അവർ തന്നിരിക്കുന്ന പാരാബോളയുടെ ഇക്വേഷനും കൂടെ എടുത്തു. ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളാണ് വേണ്ടത്. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ വേണമെങ്കിൽ രണ്ട് കർവുകളും കൂടി സോൾവ് ചെയ്താൽ മതിയാകും. ശരിയാണല്ലോ? നമുക്ക് ഫൈനലി വേണ്ടത് പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ കാര്യമാണ്. ശരിയല്ലേ? അപ്പൊ നമ്മൾക്ക് മനസ്സിലായി
തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്താൽ വൈക്ക് 2 വാല്യൂസ് കിട്ടും. അപ്പൊ ആ 2 വാല്യൂസ് എന്തായിരിക്കും? ഇവർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളുടെ y കോർഡിനേറ്റുകളായിരിക്കും. ഞാനതിനെ y1 എന്നും y2 എന്നും വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രാറ്റിക്കിൽ നിന്നും y1 + y2 സം ഓഫ് ദ റൂട്ട്സ് എടുക്കാം, y1 y2 എടുക്കാം. ഇതവിടെ നിൽക്കട്ടെ. ഇനി എനിക്ക് PQ അല്ലേ വേണ്ടത്, അല്ലെ? ഞാൻ PQ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. PQ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ശരിയല്ലേ? PQ എന്ന് പറയുന്നത് അവർ D എന്നാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെ? D എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q. അപ്പൊ ശരിക്കും ഇത് D സ്ക്വയർ ആണ്, അല്ലെ? D സ്ക്വയർ ഇസ് ഈക്വൽ ടു PQ സ്ക്വയർ. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ പോരെ? എന്താ മക്കളെ ഡിസ്റ്റൻസ് ഫോർമുല? x1 - x2 the whole square plus y1 - y2 the whole square. ഇങ്ങനെയല്ലേ കിട്ടുക, അല്ലെ? ഓക്കെ, ഒന്ന് എക്സ്പാൻഡ് ചെയ്താലോ? x1 - x2 the whole square എനിക്ക് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ മൈനസ് 2x1 x2 എന്ന് കൊടുക്കാം. ശരിയാണോ? a - b the whole square ഫോം അല്ലേ? ഇനി അടുത്ത നോക്കിയ y1 - y2 the whole square. അതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ കയ്യിൽ y1 + y2 ഇരിപ്പുണ്ട്, അതോടൊപ്പം തന്നെ y1 y2 ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ y1 - y2 the whole square എനിക്ക് ആൾജിബ്രൈക് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? y1 + y2 the whole square മൈനസ് 4y1 y2 എന്ന് എഴുതാൻ പറ്റും. സമ്മതിക്കൂ, അല്ലെ? a - b the whole square നെ നമുക്ക് a + b the whole square മൈനസ് 4ab എന്ന് എഴുതാമല്ലോ. ഉറപ്പാണ്, അല്ലെ? അങ്ങനെ എഴുതിയാലുള്ള പ്രയോജനം എന്താ? y1 + y2 നമ്മുടെ കയ്യിലുണ്ട്, y1 y2 നമ്മുടെ കയ്യിലുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ആ x1 സ്ക്വയർ x1ന്റെയും x2ന്റെയും ടീമുകൾ തൽക്കാലം അങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് വരാം അതിലേക്ക്. x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ മൈനസ് 2x1 x2 പ്ലസ് എന്താ y1 + y2 2√5 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 5, അല്ലെ? 2ന്റെ സ്ക്വയർ 4 ആണ്, √5ന്റെ സ്ക്വയർ 5 ആണ്. അപ്പൊ നമുക്ക് എത്രയാ? 10 എന്ന് കിട്ടും, സോറി 20 എന്ന് കിട്ടും. ശരിയല്ലേ? മൈനസ് 4 × y1 y2, y1 y2 4 അല്ലേ? അപ്പൊ 4 × 4 കിട്ടും. ക്ലിയർ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കിയേ മക്കളെ, x1 സ്ക്വയർ. നോക്കിയടാ, x1 y1 എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിലും x2 y2 എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിലും ഉറപ്പായിട്ടും ആ പാരബോളയിലെ പോയിന്റ് കൂടി ആയിരിക്കില്ലേ? കാരണം പാരബോളയും എലിപ്സും കൂടി അല്ലെങ്കിൽ ഹൈപ്പർബോളയും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളാണ് P യും Q. ശരിയാണല്ലോ? അപ്പൊ അതുകൊണ്ട് P യും Q യും ഈ രണ്ട് കർവുകളിലും ഒരുപോലെയുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ P യും Q യും തന്നിരിക്കുന്ന ഹൈപ്പർബോളയിലെ പോയിന്റുകളാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്താ മക്കളെ? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ √5y = x² എന്ന, ശരിയല്ലേ? P യും Q യും ഈ ഹൈപ്പർബോളയിലെ പോയിന്റ് ആണെങ്കിൽ എനിക്ക് എക്സിന് പകരം x1 എന്നും വൈക്ക് പകരം y1 എന്നും കൊടുക്കാം, അല്ലെ? അതായത് √5y1 = x1² എന്നും അതോടൊപ്പം തന്നെ √5y2 = x2² എന്നും കൊടുക്കാം. ഒരു ഡൗട്ടും വേണ്ട. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എടാ എനിക്ക് ഇവിടേക്ക് x1² മാറ്റിയിട്ട് എന്തെഴുതാം? √5y1 എന്ന് എഴുതാം. അതുപോലെ x2² മാറ്റിയിട്ട് അവിടെ നിന്ന് √5y2 എന്ന് എഴുതിക്കൂടേടാ, മൈനസ് 2x1 x2. അതെങ്ങനെയാ x1 x2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക, അല്ലെ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് y1 + y2ന്റെ വാല്യൂ y1 y2ന്റെ വാല്യൂ ആണ്. അപ്പൊ ഈ x1 x2നെ ഒക്കെ നമുക്ക് y1 y2ന്റെ രൂപത്തിലേക്ക് മാറ്റിയാൽ ഒരുപക്ഷെ നമുക്കത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചേക്കാം. എന്താ ചെയ്യാൻ പറ്റുക? ഒരു കാര്യം ചെയ്താലോ, ദാ ഈ രണ്ട് ഇക്വേഷൻസും തമ്മിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേടാ. ഈ രണ്ട് ഇക്വേഷൻസും തമ്മിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? √5y1 × √5y2, അതായത് 5 × y1 y2. ശരിയാണല്ലോ? ഇസ് ഈക്വൽ ടു x1² × x2². അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നേടാ x1² × x2² എനിക്ക് 5 × y1 y2. y1 y2 നമ്മുടെ കയ്യിൽ ഇരിക്കുകയല്ലേ, 4 അല്ലേ? y1 y2 5 × 4 എന്താ കിട്ടുക? 20 എന്നല്ലേ കിട്ടുക? അപ്പൊ അങ്ങനെയാണെങ്കിൽ x1 x2 എന്ന് പറഞ്ഞാൽ 20യുടെ റൂട്ട് എടുത്താൽ പോരെ. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എന്താണ് x1 ഉം x2 ഉം ഒക്കെ പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് വാല്യൂസിന്റെ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് -2 അല്ലെ, ഈ x1 x2ന് പകരം എനിക്ക് എന്ത് എഴുതി വെക്കാം? √20 എന്ന് എഴുതി വെക്കാം. ശരിയല്ലേ? √20. അടുത്ത പ്ലസ് 20 - 16, 20 - 16നെ 4 എന്ന് എഴുതിയാൽ പോരെ. ഇപ്പൊ ക്ലിയർ ആയോ? വിച്ച് ഈസ് ഈക്വൽ ടു √5 × y1 + y2, അല്ലെ? √5 കോമൺ എടുത്തു, മൈനസ് 2 × √20. √20 നമുക്ക് എങ്ങനെ എഴുതാം? 20 എന്ന് പറയുന്നത് 4 × 5 ആണ്. അപ്പൊ റൂട്ട് എടുക്കുമ്പോൾ 2√5 എന്ന് കിട്ടും. അപ്പൊ 2 × 2√5 + 4 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു √5 × y1 + y2. y1 + y2 മുകളിൽ നമുക്ക് കയ്യിലുണ്ടല്ലോ, 2√5 അല്ലേ മക്കളെ? 2√5 മൈനസ്
2 into 2 root 5 4 root 5 എന്ന് എഴുതാം. പ്ലസ് 4 എന്ന് കിട്ടത്തില്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ആദ്യത്തെ 10 അല്ലേ? റൂട്ട് 5 into റൂട്ട് 5 എന്നുള്ളത് 5 ആകും. അപ്പോൾ 5 into 2 ആണ്, അത് 10 ആകും. 10 minus 4 root 5 plus 4 എന്ന് കിട്ടും. 10ഉം 4ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 14 കിട്ടും. മൈനസ് 4 root 5 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് എനിക്ക് ഡി സ്ക്വയർ ആയിട്ട് കിട്ടുന്നത്. അവര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഡി സ്ക്വയർ ഏത് രൂപത്തിലായിരിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഡി സ്ക്വയർ എങ്ങനെയാ? എ പ്ലസ് ബി റൂട്ട് 5 രൂപത്തിലായിരിക്കും. അപ്പൊ ഇത് ശരിക്കും ഏത് രൂപത്തിലാണ്? എ പ്ലസ് ബി റൂട്ട് 5 ആണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ ക്ലിയർ അല്ലേ മക്കളെ? എയുടെ സ്ഥാനത്ത് നമുക്ക് 14 ആണ് വന്നിരിക്കുന്നത്, ബിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് -4 ആണ്. -4 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താ? എ മൈനസ് ബി. എന്ത് കിട്ടും മക്കളെ? എ മൈനസ് ബി 14 മൈനസ് -4. 14 plus 4 എത്ര കിട്ടും? 18 കിട്ടും. സോ ദ ഫൈനൽ ആൻസർ ഈസ് 18. സോ എ മൈനസ് ബി is equal to 18. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Consider the ellipses given by x square plus 4y square equal to 1 and 4x square plus y square equal to 1. അപ്പൊ നോക്കിയേ മക്കളെ, നമുക്ക് രണ്ട് എലിപ്സുകൾ അവിടെ തന്നിട്ടുണ്ട്. ശരിയാണല്ലോ? രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? Let P be the point in the first quadrant where the given ellipses intersect. ഈ തന്നിരിക്കുന്ന രണ്ട് എലിപ്സുകളും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് P. ശരിയാണല്ലോ? And theta is the acute angle between the tangents to the given ellipses at the point P. അപ്പോൾ ആ പിയിൽ നമ്മൾ ഈ രണ്ട് എലിപ്സുകൾക്കും ടാൻജൻസ് വരച്ചാൽ ആ ടാൻജൻസിന് ബിറ്റ്വീൻ ഉള്ള അക്യൂട്ട് ആംഗിൾ ആണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 4 tan തീറ്റ. ദെൻ ഒരു ക്വസ്റ്റ്യനും കൂടി അവിടെ കാണാം. അതെന്താ? ഇഫ് ആൽഫ ഈസ് ദ ഏരിയ ഓഫ് ദ കോമൺ റീജിയൻ ദാറ്റ് ലൈസ് ഇൻസൈഡ് ബോത്ത് ദ ഗിവൺ എലിപ്സസ് then the value of cot alpha is. അപ്പോൾ ഈ രണ്ട് എലിപ്സുകൾക്കും ഇന്റീരിയറിലായിട്ട് വരുന്ന ഏരിയ അതാണ് ആൽഫ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോട്ട് ആൽഫ കണ്ടുപിടിക്കണം. ശരിയല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. എനിവേ, ഇവിടെ നമുക്ക് രണ്ട് എലിപ്സുകൾ തന്നിട്ടുണ്ട്. ശരിയാണല്ലോ അല്ലെ? ഈ രണ്ട് എലിപ്സുകളും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ പി എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് എലിപ്സുകളും കൂടി ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലെ? ഈ ഇക്വേഷൻസ് രണ്ടും എടുത്തൊന്ന് സോൾവ് ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഫസ്റ്റ് ഇക്വേഷൻ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇക്വേഷൻ നമ്പർ 1 അല്ലെ? അതുപോലെ രണ്ടാമത്തെ എലിപ്സിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? 4x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. സെക്കൻഡ് 1 ഒന്ന് സോൾവ് ചെയ്തേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും y സ്ക്വയർ എടുത്ത് ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സോൾവിങ്. ഞാൻ ഇതിനെ സോൾവ് ചെയ്യുന്നു. 2ൽ നിന്ന് y സ്ക്വയർ എടുത്ത് 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 1 മൈനസ് 4x സ്ക്വയർ ശരിയാണോ? ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. എക്സ്പാൻഡ് ചെയ്താലോ, സോൾവ് ചെയ്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. സോ എക്സ് സ്ക്വയർ പ്ലസ് 4 മൈനസ് 16x സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ശരിയല്ലേ? അതായത് 15x സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓർ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/5 എന്ന് കിട്ടും. അവിടെ നിന്ന് എക്സ് എനിക്ക് പ്ലസ് ഓർ മൈനസ് 1/√5 സംശയമില്ല. പക്ഷെ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത് എന്ന് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി. സോ എക്സ് ഇസ് ഈക്വൽ ടു 1/√5. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈയും കൂടെ കണ്ടുപിടിക്കാം അല്ലെ? വൈ സ്ക്വയർ നമ്മൾ 1 മൈനസ് 4x സ്ക്വയർ എന്ന് എഴുതിയായിരുന്നല്ലോ അല്ലെ? അപ്പോൾ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1/5 ആണ്. 1 മൈനസ് 4/5 എന്ന് പറഞ്ഞാൽ 1/5 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് y എന്നുള്ളതും 1/√5 എന്ന് എഴുതാം. ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോയിന്റ് ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ മാത്രം നമ്മൾ നോക്കിയാൽ മതിയാകും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കടാ, നമുക്ക് P എന്ന് പറയുന്ന ആ ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടിയല്ലോ. എക്സ് കോർഡിനേറ്റ് 1/√5, y കോർഡിനേറ്റ് എന്ത് തന്നെയാ 1/√5. അപ്പൊ P എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇനി എന്താ വേണ്ടത്? ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഈ രണ്ട് എലിപ്സുകൾക്ക് നമ്മൾ എന്ത് വരയ്ക്കുന്നു? ടാൻജന്റുകൾ വരയ്ക്കുന്നു. ആ ടാൻജൻസിന് ബിറ്റ്വീൻ ഉള്ള അക്യൂട്ട് ആംഗിൾ അതാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ആ ടാൻ തീറ്റയാണ് ശരിക്കും നമുക്ക് അവിടെ വേണ്ടത്. 4 ഇൻറ്റു ടാൻ തീറ്റയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റിനകത്ത്. ശരിയാണല്ലോ? അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ രണ്ട് ലൈൻസിന്റെയും സ്ലോപ്പുകളല്ലേ വേണ്ടത്? ടാൻജൻസിന്റെ സ്ലോപ്പ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയാകും? ഡെറിവേറ്റീവ് എടുത്താൽ മതിയാകും. അപ്പൊ ഞാൻ ഡെറിവേറ്റീവ് എടുത്താണ് ഇതൊന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ഒന്നാമത്തെ ഇക്വേഷൻ എന്താ, അല്ലെങ്കിൽ ഫസ്റ്റ് എലിപ്സ് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ത്രൂ ഔട്ട് നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം മക്കളെ. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏടാ 2x പ്ലസ് 8y ഇൻറ്റു
വൈ ഡാഷ് ശരിയല്ലേ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് ടൂവും ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് ത്രൂ ഔട്ട് ഒരു 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് അവിടെ എന്താക്കി മാറ്റാം? 4 ആക്കി മാറ്റാം. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 4y എന്നല്ലേ കിട്ടുന്നത് അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു, പക്ഷെ നോക്കിയ മക്കളെ ഏത് പോയിന്റിലെ സ്ലോപ്പാണ് നമുക്ക് വേണ്ടത്? ഏത് പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പാണ് വേണ്ടത്? 1/√5, 1/√5. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സിന് 1/√5 കൊടുക്കാം, അതുപോലെ വൈക്കും 1/√5 കൊടുക്കാം. അപ്പൊ 1/√5 1/√5 ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് -1/4 എന്നല്ലേ ആ പി എന്ന് പറയുന്ന പോയിന്റിൽ ഒന്നാമത് തന്നിരിക്കുന്ന എലിപ്സിന് വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് കിട്ടുക. നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു m1 എന്ന് വിളിക്കാം അല്ലെ? സോ m1 is equal to -1/4. അപ്പൊ അതങ്ങോട്ട് റൗണ്ട് ചെയ്ത് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ എലിപ്സ് ഒന്ന് എടുത്താലോ? രണ്ടാമത്തെ എലിപ്സിന്റെ ഇക്വേഷൻ എന്താ? 4x² + y² = 1. 4x² + y² = 1. ഈ എലിപ്സിലും പി എന്ന് പറയുന്ന പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് വേണമെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ് വേണ്ടത് അല്ലെ? പി എന്ന് പറയുന്ന പോയിന്റിൽ എന്താണോ ഡെറിവേറ്റീവ് അതായിരിക്കും പിയിലൂടെ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യട്ടെ. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 8x + 2y y ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടില്ലേ? ത്രൂ ഔട്ട് നമുക്ക് ഒരു 2 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് y ഡാഷ് ഇസ് ഈക്വൽ ടു -4x/y എന്ന് കിട്ടും. അപ്പൊ ഇവിടെയും നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ പിയുടെ കോർഡിനേറ്റ്സ് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് പകരം നമുക്ക് എക്സ് കോർഡിനേറ്റ് ആയ 1/√5, വൈക്ക് പകരം വൈ കോർഡിനേറ്റ് ആയ അതും 1/√5 തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് -4 എന്നാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കിട്ടുന്നത്. ശരിയല്ലേ? അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിലൂടെ രണ്ടാമത് തന്നിരിക്കുന്ന എലിപ്സിന് വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാ? -4 ആണ്. വേണമെങ്കിൽ നമുക്കതിനെ ഒരു m2 എന്നങ്ങ് പേരിട്ട് വിളിച്ചാലോ? അപ്പൊ m2 നമുക്ക് കിട്ടി -4. ഇനി നോക്കി മക്കളെ, ഇനി എന്താടാ നമുക്ക് വേണ്ടത്? ഈ രണ്ട് ടാൻജന്റുകൾക്കും ബിറ്റ്വീൻ ഉള്ള ആംഗിൾ ആണ് അല്ലെ? രണ്ട് ലൈൻസിന്റെ സ്ലോപ്പ് അറിയാമെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാമല്ലോ. എന്തായിരുന്നു? tan theta is equal to, suppose theta is the angle between these two lines, then tan theta is equal to, കുറച്ചും കൂടെ ഭംഗിക്ക് എഴുതാം അല്ലെ? tan theta is equal to modulus of m2 minus m1 divided by 1 plus m1 m2. കണ്ടോ? അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m2 എന്ന് പറഞ്ഞാൽ എന്താ? m2 -4 ആണ്. മൈനസ് m1 എന്ന് പറഞ്ഞാലോ -1/4. അപ്പൊ +1/4 ആകും. ഡിവൈഡഡ് ബൈ 1 പ്ലസ് -4 ഇൻറ്റു -1/4. മോഡുലസ് കൊടുക്കണം അല്ലെ? ന്യൂമറേറ്റർ എന്താ കിട്ടുക? 1/4 -4 ആണ് അല്ലെ? അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ഇതൊക്കെ നോക്കിയാൽ -15/4 എന്ന് ന്യൂമറേറ്റർ കിട്ടും. ഡിനോമിനേറ്ററോ 1 ഉണ്ട്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. 4 കട്ട് ചെയ്ത് 1 + 1 എന്ന് കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് 15/8 എന്നല്ലേ മക്കളെ കിട്ടുക അല്ലെ? 15/8 ആണ് ടാൻ തീറ്റ. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? കണ്ടുപിടിക്കേണ്ടത് 4 × tan θ ആണ്. അപ്പൊ നമുക്ക് 4 × tan θ കണ്ടുപിടിക്കാം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? therefore 4 × tan θ is equal to 4 × 15/8 ആണ്. അതായത് 15/2 എന്ന് കിട്ടും. ശരിയല്ലേ? 15/2നെ നമുക്ക് ഡെസിമൽ ആക്കിയാൽ എങ്ങനെയാ? 7.5 എന്ന് എഴുതാം. സോ ദ ആൻസർ ഈസ് 7.5. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് രണ്ടാമത് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ കാണാൻ പറ്റും അല്ലെ? എന്താ മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഇഫ് ആൽഫ ഈസ് ദി ഏരിയ ഓഫ് ദ കോമൺ റീജിയൻ ദാറ്റ് ലൈസ് ഇൻസൈഡ് ബോത്ത് ദ ഗിവൺ എലിപ്സസ്, then the value of cot alpha is. അപ്പൊ ഈ രണ്ട് എലിപ്സുകൾക്കും കോമൺ ആയിട്ട് വരുന്ന റീജിയന്റെ ഏരിയ ആൽഫ ആണെങ്കിൽ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? കോട്ട് ആൽഫയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഏരിയ ബൗണ്ടഡ് ബൈ ദീസ് ടു എലിപ്സ് അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ആ റീജിയൻ ഒന്ന് മനസ്സിലാകണം അല്ലെ? ആ റീജിയൻ മനസ്സിലാകാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ രണ്ട് എലിപ്സുകളും ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കാം. ആദ്യത്തെ എലിപ്സ് എടുക്കാം. എന്താ ആദ്യത്തെ എലിപ്സ്? x² + 4y² is equal to 1. നമുക്കതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുകയാണെങ്കിൽ x²/1 + y² divided by 1/4 is equal to 1. ഇങ്ങനെയല്ലേ എഴുതി വെക്കാൻ പറ്റുക? ഇതാണ് ആദ്യം തന്നിരിക്കുന്ന എലിപ്സ്. ഇതുപോലെ രണ്ടാമത് തന്നിരിക്കുന്ന എലിപ്സ് നോക്കിയ മക്കളെ 4x² + y² = 1. അപ്പൊ അതിനെ എനിക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിലാക്കി എങ്ങനെ എഴുതാൻ പറ്റുക? x²/1/4 + y²/1 is equal to 1. ശരിയല്ലേ? ഇതിൽ ആദ്യത്തെ എലിപ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാലോ? ആദ്യത്തെ എലിപ്സ് ഞാൻ x ആക്സിസ് y ആക്സിസ് ഒക്കെ വരച്ചു. ഒറിജിൻ ഉണ്ട്.
ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ എലിപ്സ് നമുക്ക് ഗ്രീൻ കളറിൽ ഇതാ ഇങ്ങനെ വരയ്ക്കാം അല്ലെ. സപ്പോസ് ഇതാണ് ആദ്യത്തെ എലിപ്സ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇതുപോലെ രണ്ടാമത്തെ എലിപ്സ് എന്ന് പറഞ്ഞാൽ മേജർ ആക്സിസ് എവിടെയാ, വൈ ആക്സിസിൽ വരുന്ന എലിപ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ വരയ്ക്കാം അല്ലെ. യെസ്, ഇതാ ഇങ്ങനെ വരച്ചു. ഇതാണ് രണ്ടാമത്തെ എലിപ്സ് എന്ന് ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ രണ്ട് എലിപ്സുകൾക്കും കോമൺ ആയിട്ട് വരുന്ന റീജിയന്റെ ഏരിയ അതല്ലേ മക്കളെ വേണ്ടത്. ഈ കോമൺ റീജിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ശരിക്കും പറഞ്ഞാൽ ദാ ഈ റീജിയൻ ആണ് അല്ലെ. ഇതല്ലേ രണ്ട് എലിപ്സുകളിലും കൂടി കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറയുന്നത്. സമ്മതിച്ചേ പറ്റുള്ളൂ. ദാ ഇത് ശരിയാണല്ലോ. ആ റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കാനേ ശരിക്കും പറഞ്ഞാൽ ആ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള റീജിയന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, മതിയാകും. ശരിയല്ലേ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമുള്ള ഏരിയ ജസ്റ്റ് ഞാനൊന്ന് കണ്ടുപിടിക്കുക. ശരിയാണല്ലോ. എന്നിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. പക്ഷെ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയയെ തന്നെ എനിക്ക് വേണമെങ്കിൽ 2 ആക്കി മാറ്റാം അല്ലെ. ഞാൻ ദാ ഇങ്ങനെ വരച്ചു. എന്നിട്ട് ദാ ഈ പോർഷന്റെ ഏരിയ കണ്ടോ, ആ പോർഷന്റെ ഏരിയയും ഈ താഴെയുള്ള ഏരിയയും എന്തായാലും സെയിം ആയിരിക്കുമല്ലോ. കാരണം രണ്ട് ഫിഗറുകളും എക്സ് ആക്സസിനും വൈ ആക്സസിനും ഒരേപോലെ സിമെട്രിക്കൽ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി സൗകര്യമാണ്. അതുകൊണ്ട് അത് എടുത്തത്. അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലെ കംപ്ലീറ്റ് ഏരിയ എടുത്തിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പൊ അതിലും എനിക്ക് കുറച്ചും കൂടി സൗകര്യമാണ് ഞാനിപ്പോ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയന്റെ ഏരിയയെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. എന്ത് കിട്ടും? ഈ ഏരിയ ബൗണ്ടഡ് ബൈ ദീസ് 2 എലിപ്സസ് കിട്ടും. ഉറപ്പാണ്. ശരിയല്ലേ മക്കളെ? അല്ലെ. ദാ ഇവര് രണ്ടുപേരും കൂടി ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന ഈ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 1/√5, 1/√5 അല്ലെ. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ താഴേക്കുള്ള ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് 1/√5 വരുന്ന പോയിന്റ് അല്ലേ. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിച്ചാലോ മക്കളെ. നോക്കിയടാ, ഈ ഏരിയ ഇസ് ഈക്വൽ ടു, എങ്ങനെ ഏരിയ കണ്ടുപിടിക്കുന്നത്? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ആരെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഞാൻ ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയയെ. ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ നോക്കിയേ, എക്സ് ആക്സസിൽ 0 മുതൽ 1/√5 വരെയല്ലേ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏരിയ വേണമെങ്കിൽ 0 മുതൽ 1/√5 വരെ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാകും. ആരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? അപ്പർ കർവ് അല്ലെ മൈനസ് ലോവർ കർവ്. ശരിയാണോ? അപ്പർ കർവ് മുകളിലുള്ളത് ആ ഗ്രീൻ കളർ എലിപ്സ് ആണ്. ഗ്രീൻ കളർ എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 റെപ്രസെന്റ് ചെയ്യുന്ന എലിപ്സ് അല്ലേ. അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? y കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ശരിക്കും x² + 4y² = 1 ആണ്. അപ്പൊ ഇവിടെ നിന്ന് 4y² നമുക്ക് എന്താ മക്കളെ കിട്ടുക? 1 - x². y² എന്താ കിട്ടുക? 1/4 × 1 - x². അപ്പൊ അവിടെ നിന്ന് y എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1/2 × √1 - x². മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ആ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 8 × ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ. രണ്ട് കർവുകൾക്ക് ബിറ്റ്വീനുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്. ശരിയാണല്ലോ? അപ്പർ കർവിലെ y മൈനസ് ലോവർ കർവിലെ y. മാത്രമല്ല ആ ഏരിയ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, ആ റീജിയൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസിലെ 0 മുതൽ 1/√5 വരെയല്ലേ. അപ്പൊ 0 മുതൽ 1/√5 വരെ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാകും. സോ ഇന്റഗ്രൽ 0 to 1/√5. ഇനി അപ്പർ കർവിലെ y. അപ്പർ കർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ എലിപ്സ് ആണ്. അവിടെ നിന്ന് y കണ്ടുപിടിച്ചുകൊണ്ട് വന്നേ 1/2 × √1 - x² കിട്ടി. സംശയമില്ല. മൈനസ് ലോവർ കർവിലെ y. ശരിയാണല്ലോ? ലോവർ കർവ് വേണമെങ്കിൽ നമുക്ക് y = x എന്ന് പറയുന്ന ലൈനാണെന്ന് പറയാമല്ലോ. 0 0 എന്ന ഒറിജിനിലൂടെയും 1/√5, 1/√5 കടന്നു പോകുന്ന സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എന്താ? y = x എന്ന് പറയുന്ന ലൈൻ ആണല്ലോ. ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഏരിയയിൽ നിന്നും ഈ ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താലും മതി. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യുന്നു, ലോവർ കർവിലെ y എന്തായിട്ട് എടുക്കുന്നു? x ആയിട്ട് എടുക്കുന്നു. അതെന്താണെന്ന് ആര് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അല്ലെ. ഈ ലോവർ കർവ് എന്ന് പറഞ്ഞാൽ y = x എന്ന് പറയുന്ന ലൈനാ. അതിന് സംശയമൊന്നും വേണ്ട. കാരണം 0 0 എന്ന പോയിന്റിലൂടെയും 1/√5 കടന്നു പോകുന്ന സ്ട്രൈറ്റ് ലൈൻ സ്ലോപ്പ് 1 ആയിട്ടുള്ള ലൈനാണ് അല്ലെ. ഒറിജിനിലൂടെ കടന്നു പോകുന്ന സ്ലോപ്പ് 1 ആയിട്ടുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, y = x ആണ്. ശരിയല്ലേ? ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ടോട്ടൽ ഏരിയയിൽ നിന്നും, അതായത് എലിപ്സിന് താഴേക്ക് കാണുന്ന ഏരിയയിൽ നിന്നും എന്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി? ഇവിടെ കാണുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താലും മതി. ½ BH എടുത്താൽ മതി. അങ്ങനെ ചെയ്താലും വളരെ സിമ്പിൾ ആണ്.
അപ്പോൾ ഞാനിപ്പോൾ അത് y is equal to x എന്ന് തന്നെ എടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം മക്കളെ. 8 into 1/2 into എന്താ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇന്റഗ്രൽ നമ്മൾ എങ്ങനെയാ എടുക്കുക? x/2 into അല്ലെ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് a²/2 into സൈൻ ഇൻവേഴ്സ് x/a x/1. അറിയാവുന്ന കാര്യമാണ് നമുക്ക് അല്ലെ. റൂട്ട് ഓഫ് a² മൈനസ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എങ്ങനെയാണോ അതുപോലെ ഇവിടെ a ആയിട്ട് 1 ആണ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ എത്രയാ? x²/2 ഓവർ ദ ലിമിറ്റ് 0 to 1/√5. അപ്പൊ ഇനി നമുക്ക് അപ്പർ ലിമിറ്റും ഒക്കെ ഒന്ന് കൊടുക്കാം. വേണമെങ്കിൽ ഒരു 1/2 ഒക്കെ നമുക്ക് പുറത്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ 1/2 പുറത്തെടുത്താൽ ദാ ഈ 1/2 പുറത്ത് വരുമ്പോൾ ഇതുമായിട്ട് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 4 എന്ന് എഴുതാം. അപ്പോൾ 4 into ഇനി നോക്കി അപ്പർ ലിമിറ്റായ 1/√5 കൊടുക്കുക. എക്സിന് 1/√5 കൊടുത്താൽ ഇവിടെ 1/√5/2 1/2√5. പിന്നെ റൂട്ട് ഓഫ് 1 മൈനസ് 1/√5ന്റെ സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് 1 മൈനസ് 1/5 റൂട്ട് ഓഫ് 4/5 എന്ന് പറഞ്ഞാൽ 2/√5. ശരിയല്ലേ? കാൽക്കുലേഷൻ നോക്കണം. പ്ലസ് 1/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം 1/√5 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് 1/√5ന്റെ സ്ക്വയർ ആകും, 1/5 ആകും. ഉറപ്പല്ലേ? മൈനസ് ഇനി നമുക്ക് ലോവർ ലിമിറ്റ് കൊടുക്കാം. പക്ഷെ നോക്കിയേ, ലോവർ ലിമിറ്റ് കൊടുത്താൽ എല്ലായിടത്തും എന്നതേ കിട്ടുള്ളൂ? 0 എന്നേ കിട്ടുള്ളൂ. ഉറപ്പാണല്ലോ? സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാലും 0 ആണ്. അപ്പൊ ഇത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ? 4 into 1/5 പ്ലസ് 1/2 into സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√5 മൈനസ് 1/5 അല്ലേ? അപ്പൊ 1/5 മൈനസ് 1/5 ക്യാൻസൽ ആകും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് 4 into 1/2 into അല്ലെ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√5. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്താൽ 2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√5 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇത് ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് നമുക്ക് ഏരിയ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതല്ലേ നമുക്ക് ആൽഫ ആയിട്ട് അവിടെ വരുന്നത്. സോ ആൽഫ ഇസ് ഈക്വൽ ടു 2 into സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√5. അപ്പൊ ആൽഫ നമുക്ക് കിട്ടി. ആൽഫ എത്രയാ? 2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√5 അല്ലെ? അപ്പൊ നമുക്ക് സോ ആൽഫ ഇസ് ഈക്വൽ ടു 2 into സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√5. എന്താ കണ്ടുപിടിക്കേണ്ടത്? കോട്ട് ആൽഫ. സോ കോട്ട് ആൽഫ ഇസ് ഈക്വൽ ടു കോട്ട് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√5. അപ്പൊ എങ്ങനെയാ കോട്ട് ഓഫ് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√5 കണ്ടുപിടിക്കുന്നത്? ഒരു കാര്യം ചെയ്യാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√5നെ നമുക്ക് ടാൻ ഇൻവേഴ്സിന്റെ രൂപത്തിലേക്ക് ഒന്ന് മാറ്റി നോക്കാം അല്ലെ? അതിന് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്താൽ മതി. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുന്നു. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√5. അപ്പൊ സൈൻ തീറ്റ 1/√5 ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പറ്റ്ന്യൂസ് അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പറ്റ്ന്യൂസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബൈ പൈതഗോറസ് തിയറം ദാ ഇവിടെ ബേസ് എന്താ വരിക? 2 അല്ലേ വരിക? ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് കോട്ട് ഓഫ് 2 into സൈൻ ഇൻവേഴ്സ് മാറ്റിയിട്ട് ഞാൻ ടാൻ ഇൻവേഴ്സ് ആക്കുന്നു. പക്ഷേ ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ ഉള്ളിൽ ടാൻ തീറ്റ എഴുതണം. ശരിയല്ലേ? അപ്പൊ ഈ ട്രയാംഗിളിൽ നിന്നും ടാൻ തീറ്റ എന്താ നമുക്ക് കിട്ടുക? എന്താണ് ആംഗിൾ തീറ്റ എങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 1/2 കിട്ടും. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു കോട്ട് ഓഫ് ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ച റിസൾട്ട് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2നെ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് ഓഫ് 2 into എക്സിന് പകരം 1/2 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ 1/2ന്റെ സ്ക്വയർ. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു കോട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് 1 ആകും ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/4 എന്ന് പറഞ്ഞാലോ 3/4 ആയിട്ട് മാറത്തില്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു കോട്ട് ടാൻ ഇൻവേഴ്സ് 1/x നമുക്ക് തിരിച്ചെന്തെന്ന് എഴുതാം? കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ഇവിടെ 3/4 പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. അപ്പൊ ഞാൻ ഇതിനെ കോട്ട് ഇൻവേഴ്സ് ഓഫ് 3/4 എന്ന് എഴുതുന്നു അല്ലെ? 3/4. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x കോട്ട് ഇൻവേഴ്സ് എക്സ് ആ. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/3/4 എന്ന് പറഞ്ഞാൽ എന്താ? കോട്ട് ഇൻവേഴ്സ് 3/4 ആ. അപ്പൊ കോട്ടും കോട്ട് ഇൻവേഴ്സും കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? 3/4 എന്ന് എഴുതാം. 3/4 എന്നുള്ളതിനെ 0.75 എന്നല്ലേ എഴുതാൻ പറ്റുക. സോ 0.75 ഈസ് ദി ആൻസർ. അടുത്തത് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ലിസ്റ്റ് 1 തന്നിട്ടുണ്ട്, ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. അപ്പൊ ലിസ്റ്റ് 1ലെ ഓരോന്നും ലിസ്റ്റ് 2ലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാണോ റിസൾട്ട് അതുമായിട്ട് മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഓക്കെ.
അപ്പൊ നമുക്ക് ലിസ്റ്റ് 1 ഫസ്റ്റ് വൺ എടുത്ത് നോക്കാം. നോക്കിയേ മക്കളെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സർക്കിൾ വിത്ത് സെന്റർ 1,2 ആൻഡ് ടച്ചിങ് ദ സ്ട്രേറ്റ് ലൈൻ 3x plus 4y equal to 1 passes through. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കിളിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 1,2. അപ്പൊ ഈ സർക്കിളിന്റെ സെന്റർ 1,2. മാത്രമല്ല ഈ സർക്കിള് ഒരു സ്ട്രൈറ്റ് ലൈനിനെ ടച്ച് ചെയ്ത് കടന്നു പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സപ്പോസ് ഇതാണ് ടച്ച് ചെയ്ത് കടന്നു പോകുന്ന സ്ട്രൈറ്റ് ലൈൻ എന്നിരിക്കട്ടെ. അതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് 3x plus 4y is equal to 1. ശരിയാണല്ലോ, ഉറപ്പ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ സർക്കിളിന്റെ ഇക്വേഷൻ. ഈ സർക്കിൾ കടന്നു പോകുന്നത് ലിസ്റ്റ് 2 പറഞ്ഞിരിക്കുന്ന ഏത് പോയിന്റിലൂടെയാണ്? ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? ആ സർക്കിളിന്റെ ഇക്വേഷൻ വേണ്ടേ? ഈ സർക്കിളിന്റെ സെന്റർ വളരെ ക്ലിയർ ആണ്, ഓഡേഡ് പെയർ 1,2. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ ഇക്വേഷൻ കിട്ടാൻ റേഡിയസും കൂടെ കിട്ടിയാൽ പോരെ? റേഡിയസ് എന്ന് പറയുന്നത് ശരിക്കും 1,2 എന്ന് പറയുന്ന പോയിന്റും ഈ ലൈനുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? ഒരു പോയിന്റും ലൈനുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണമെങ്കിൽ പോയിന്റ് എടുത്ത് ലൈനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിവൈഡഡ് ബൈ √(a²+b²) ഫോമിലേക്ക് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ റേഡിയസ് അല്ലെ, ഇതാണ് റേഡിയസ്. റേഡിയസ് ഇസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ഓഡേഡ് പെയർ 1,2 ഫ്രം ദ ലൈൻ 3x plus 4y equal to 1. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? മോഡുലസ് ഓഫ് പോയിന്റ് എടുത്ത ലൈനിലേക്ക് ഇട്ട് കൊടുത്താൽ 3 into 1 plus 4 into 2 minus 1 divided by √(a² plus b²). ശരിയല്ലേ? √3² plus 4² which is equal to 10 divided by 5 എന്ന് കിട്ടും, 2 എന്ന് കിട്ടും. അപ്പൊ റേഡിയസ് 2 ആയി. അപ്പൊ സർക്കിളിന്റെ സെന്റർ ഉണ്ട്, റേഡിയസ് ഉണ്ട്. എന്താ സർക്കിളിന്റെ ഇക്വേഷൻ? x minus x1 the whole square plus y minus y1 the whole square is equal to r². ശരിയല്ലേ? അപ്പൊ ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. ഇനി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഈ ലിസ്റ്റ് 2 ഏത് പോയിന്റ് ആണ് ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അതല്ലേ നമുക്ക് എടുക്കാൻ പറ്റുക. 1 ആണോ? 1,1 എന്ന് പറയുന്ന പോയിന്റ് ആണോ? നോക്കിയാലോ. 1,1 എക്സിന് 1 കൊടുത്താൽ ഇത് 0, വൈക്ക് 1 കൊടുത്താൽ ഇത് -1 അല്ലെ? 1 - 2ന്റെ സ്ക്വയർ -1ന്റെ സ്ക്വയർ 1 കിട്ടും. 0 + 1 1 ആണ്. അപ്പോൾ 1,1 ഇത് എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത 2 നോക്കിയാലോ. ലിസ്റ്റ് 2 രണ്ടാമത്തെ പോയിന്റ്. ലിസ്റ്റ് 2 രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? 7,9. 7,9 ആണോ? എക്സിന് 7 കൊടുത്താൽ 7 - 1 6ന്റെ സ്ക്വയർ. ഫസ്റ്റ് ടൈം തന്നെ 36 ആകും. പക്ഷെ റൈറ്റ് സൈഡിൽ വെറും 4 ഉള്ളൂ. അപ്പൊ എന്തായാലും രണ്ടാമത് തന്നിരിക്കുന്ന പോയിന്റ് അല്ല അല്ലെ? ഇനി മൂന്നാമത് തന്നിരിക്കുന്ന പോയിന്റ് ആണോ? ഏതാ? 3,2 ആണോ? എക്സിന് 3 കൊടുത്താൽ ആദ്യത്തെ ടൈം 3 - 1 സ്ക്വയർ 4 കിട്ടും. വൈക്ക് 2 കൊടുത്താൽ 2 - 2 0 കിട്ടും. സമ്മ് 4 തന്നെയല്ലേ? അപ്പൊ ഉറപ്പായി. അപ്പൊ നമുക്ക് പി എ എന്തിലേക്കാ ജോയിൻ ചെയ്യാൻ പറ്റുക? 3ലേക്ക്. കണ്ടോ? അപ്പോ പി എന്ന് പറയുന്നത് 3ലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പൊ പി 3ലേക്ക് മാച്ച് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഓപ്ഷൻ ഡി ശരിയല്ല. ഓപ്ഷൻ ഡിയിൽ പി 4ലേക്കല്ലേ മാച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ എയോ ബിയോ സിയോ ഏത് വേണമെങ്കിലും ഇപ്പൊ ആൻസർ ആയിട്ട് വരാമെന്ന് മനസ്സിലാകുന്നു അല്ലെ? ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ കേസ് നോക്കാം. ക്യൂ നോക്കാം. ക്യൂ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ക്യൂവിൽ പറഞ്ഞിരിക്കുന്നത് പി എന്ന് പറയുന്നത് the common tangent to the circle x² plus y² equal to 2 and the parabola y² equal to 8x with positive slope passes through. അപ്പോൾ അവിടെ ഒരു കോമൺ ടാൻജന്റിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. ഈ ടാൻജന്റ് ഒരേ സമയം സർക്കിളിന്റെ ടാൻജന്റുമാണ്, അതേസമയം പാരബോളയുടെ ടാൻജന്റുമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ടാൻജന്റ് കടന്നു പോകുന്ന പോയിന്റ് ഏത്? ഇതല്ലേ അറിയേണ്ടത്. അപ്പൊ അതിനാദ്യം എന്ത് വേണം? ടാൻജന്റിന്റെ ഇക്വേഷൻ വേണം. ശരിയാണല്ലോ? ഈ ടാൻജന്റ് എന്ന് പറയുന്നത് പാരബോളയുടെ ടാൻജന്റ് ആണ് അല്ലെ? നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് y² equal to 4ax എന്ന് പറയുന്ന പാരബോളയുടെ ടാൻജന്റ് ഇക്വേഷൻ നമ്മൾ എങ്ങനെയാ പറയുന്നത്? y is equal to mx plus a by m. ശരിയാണോ? y is equal to mx plus a by m. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ y² is equal to പാരബോളയുടെ ഇക്വേഷൻ എന്താ? 8x എന്ന. y² equal to 8x. അങ്ങനെയാണെങ്കിൽ ടാൻജന്റ് ഇക്വേഷൻ എന്താ കിട്ടുക? y is equal to mx plus a. എന്താ a? y² equal to 8x എടുത്താൽ 4a എന്നുള്ളത് 8 ആണ്. 4a 8 ആയതുകൊണ്ട് തന്നെ a എന്ന് പറഞ്ഞാൽ 2 അല്ലേ മക്കളെ വരിക അല്ലെ? അപ്പോ y is equal to mx plus 2 by m. ഒരു സംശയമില്ലല്ലോ അല്ലെ? അപ്പൊ ഇതാണ് പാരബോളയുടെ ടാൻജന്റ് ഇക്വേഷൻ. പക്ഷെ നോക്കിയേടാ, ഇത് സർക്കിളിന്റെ കൂടി ടാൻജന്റ് അല്ലേ? അപ്പൊ അവിടെ വീണ്ടും നമ്മൾ ഈ റിസൾട്ട് ഓർത്തേ. y is equal to mx plus c എന്നുള്ളത് സർക്കിളിന്റെ
y is equal to mx plus c എന്ന സ്ട്രെയിറ്റ് ലൈൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന സർക്കിളിന്റെ ടാൻജന്റ് ആകാനുള്ള കണ്ടീഷൻ എന്താ? സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ. ശരിയാണോ? കോണിക് സെക്ഷൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. y is equal to mx plus c, y square equal to 4ax ന്റെ ടാൻജന്റ് ആകണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? c എന്നുള്ളത് a/m എന്ന് വരണം. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ഇതായി എഴുതി വെച്ചിരിക്കുന്നത്. ഇനി വീണ്ടും ഈ y is equal to mx plus c, x square plus y square equal to a square ന്റെ ടാൻജന്റ് ആകണമെങ്കിൽ എന്താ വേണ്ടത്? c square എന്ന് പറഞ്ഞാൽ a square into 1 plus m square ആകണം. ശരിയല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, x square plus y square equal to 2 എന്ന സർക്കിളിന്റെ കൂടി ടാൻജന്റ് ആണിത്. അങ്ങനെയാണെങ്കിൽ സി സ്ക്വയർ is equal to, സിക്ക് പകരം ഇവിടെ 2/m അല്ലേ? അപ്പൊ 2/m ന്റെ സ്ക്വയർ 2/m the whole square, c square is equal to a square into a square 2. a square എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ സ്ക്വയർ 2 അല്ലേ മക്കളെ? എവിടെ വരിക? 2 into 1 plus m square എന്ന് കിട്ടും. ഉറപ്പല്ലേ? ഇംപ്ലൈസ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തേടാ. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4/m square is equal to 2 plus 2m square എന്നല്ലേ നമുക്ക് കിട്ടുക അല്ലേ? ത്രൂ ഔട്ട് വേണമെങ്കിൽ നമുക്കൊരു 2 ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 2/m square is equal to 1 plus m square എന്ന് കിട്ടും. ത്രൂ ഔട്ട് m square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? m square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 is equal to m square plus m raised to 4 എന്ന് കിട്ടും. അവിടെ നിന്ന് m raised to 4 plus m square minus 2 equal to 0. ഫാക്ടറൈസ് ചെയ്യാമല്ലോ. ഇത് m സ്ക്വയറിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോ m സ്ക്വയർ പ്ലസ് 2 അല്ലെ ഇൻറ്റു m സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഉറപ്പല്ലേ? അതായത് m സ്ക്വയറിന് 2 വാല്യൂസ് കിട്ടും. m സ്ക്വയർ ഇസ് ഈക്വൽ ടു -2 ഓർ m സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. പക്ഷെ m സ്ക്വയർ ഈക്വൽ ടു -2 പറ്റില്ലല്ലോ. m സ്ക്വയർ -2 ആണെങ്കിൽ m എന്തായി പോകും? ഇമാജിനറി ആയി പോകും. അത് പറ്റില്ല അല്ലെ? സ്ലോപ്പാണ്. അപ്പൊ അതുകൊണ്ട് അത് റിയൽ ആയിരിക്കണം. സോ m സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. m സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ m എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. പക്ഷെ പോസിറ്റീവ് സ്ലോപ്പ് എന്ന് അവര് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലേ? ഇതാ ഇവിടെ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ അല്ലേ ചൂസ് ചെയ്യേണ്ടത്? അപ്പൊ m 1 ആയിട്ട് എടുത്താൽ മതി. അപ്പൊ ടാൻജന്റിന്റെ സ്ലോപ്പ് നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഇത് ക്ലിയർ ആണോ അല്ലെ? അങ്ങനെയാണെങ്കിൽ ടാൻജന്റിന്റെ ഇക്വേഷൻ എന്താ? ടാൻജന്റിന്റെ ഇക്വേഷൻ നമുക്ക് y is equal to mx plus 2/m എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ m 1 ആണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ. അങ്ങനെയാണെങ്കിൽ m ന് 1 കൊടുത്താൽ ടാൻജന്റിന്റെ ഇക്വേഷൻ കിട്ടത്തില്ലേടാ? എന്ത് കിട്ടും? y is equal to 1x plus 2/m, അതായത് 2/1. m ന് 1 കൊടുത്തു. അപ്പൊ y is equal to x plus 2 ആണ് ആ ടാൻജന്റിന്റെ ഇക്വേഷൻ. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ y is equal to x plus 2, അതായത് x കോർഡിനേറ്റിന്റെ കൂടെ 2 ആഡ് ചെയ്താൽ y കോർഡിനേറ്റ് കിട്ടണം. അങ്ങനെയുള്ള പോയിന്റ് ഏതാണെന്ന് നോക്കിയാൽ പോരെ? x കോർഡിനേറ്റിന്റെ കൂടെ 2 ആഡ് ചെയ്താൽ y കോർഡിനേറ്റ് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 2ൽ പറഞ്ഞിരിക്കുന്ന ഓഡേഡ് പെയർ 7,9 ആണല്ലോ. അപ്പോൾ ഓഡേഡ് പെയർ 7,9. അപ്പൊ q എന്ന് പറയുന്നതിനെ നമുക്ക് എവിടേക്കാണ് ജോയിൻ ചെയ്യാൻ പറ്റുക അല്ലെ? 2ലേക്ക്. അപ്പൊ q 2ലേക്കാണ് പോകുന്നത്. q 2ലേക്ക് പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല അല്ലെ? ഓപ്ഷൻ എയില് Q4ലേക്കാ പോകുന്നത്. അപ്പൊ ബിഒ സിഒ ആയിരിക്കും. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ആറിന്റെ കാര്യം നോക്കാം അല്ലെ? ആർ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് എം ബി ദ എൻ പോയിന്റ് ഓഫ് ദി ലാറ്റസ് റെക്ടം ഓഫ് ദി എലിപ്സ് 3x² + 4y² = 48. അപ്പൊ നമുക്ക് അവിടെ ഒരു എലിപ്സ് തന്നിട്ടുണ്ട് അല്ലെ? ഏതാ നമുക്ക് തന്നിരിക്കുന്ന എലിപ്സ്? നമുക്ക് തന്നിരിക്കുന്ന എലിപ്സ് 3x² + 4y² = 48. ത്രൂ ഔട്ട് ഒരു 48 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതാം. 48 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x² / 16 + y² / 12 = 1 എന്ന് കിട്ടത്തില്ലേ? അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എലിപ്സ് അല്ലെ? ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? MB the end point of the lattice rectum of this ellipse. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആ എലിപ്സ് ജസ്റ്റ് നമുക്ക് വെറുതെ എങ്കിലും ഒന്ന് വരച്ചു വെച്ചേക്കാം. അല്ലേ? ഇതാണ് എലിപ്സ് എന്നിരിക്കട്ടെ. അപ്പൊ ദാ ഈ പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ? ഈ പോയിന്റ് എന്ന് പറയുന്നത് a square 16 ആണല്ലോ. a square 16 ആണ്, b square 12 ആണ്. അപ്പൊ a എന്ന് പറയുന്നത് 4 കിട്ടും. അതുപോലെ b എന്ന് പറയുന്നതോ √12. √12നെ 2√3 എന്ന് എഴുതുകയും ചെയ്യാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ എലിപ്സിന്റെ
ഫോക്കസ് എവിടെയാ വരുന്നത്? സി സ്ക്വയർ കണ്ടുപിടിക്കാം. സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 16 മൈനസ് 12 4 എന്ന് കിട്ടത്തില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് സി ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ഫോക്കസ് അല്ലെ, ഈ പോസിറ്റീവ് സൈഡിലുള്ള ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഏതാ വരിക? 2,0. ഉറപ്പാണല്ലോ. ഈ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ആക്സിസിന്, മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ അല്ലേ എന്ത് ഇതിന്റെ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആ ലാറ്റസ് റെക്റ്റത്തിന്റെ എൻ പോയിന്റ്, അങ്ങനെയാണല്ലോ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എം ലൈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റ് ആണ്, അല്ലെങ്കിൽ ലാറ്റസ് റെക്റ്റത്തിന്റെ എൻ പോയിന്റ് ആണ് എന്ത്? എം. അപ്പൊ ഇതല്ലേ എം ആയിട്ട് വരുന്നത്. ഉറപ്പല്ലേ മക്കളെ? അപ്പൊ എമ്മിന്റെ കോർഡിനേറ്റ്സ് എന്ത് വരും? പറഞ്ഞു തന്നെ. എമ്മിന്റെ കോർഡിനേറ്റ്സ്, എമ്മിന്റെ എക്സ് കോർഡിനേറ്റ് വളരെ ക്ലിയർ ആണ്, 2 ആണ് അല്ലെ. കാരണം എക്സ് ആക്സിസിലെ 2ന് നേരെയല്ലേ എം വന്നിരിക്കുന്നത്. ഇനി എമ്മിന്റെ വൈ കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷനകത്തേക്ക്, എലിപ്സിന്റെ ഇക്വേഷൻ 3x² + 4y² = 48 ആണല്ലോ. അതിനകത്തേക്ക് എക്സിന് 2 ഇട്ട് കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ കിട്ടത്തില്ലേടാ? എക്സിന് 2 ഇട്ട് കൊടുത്തേ മക്കളെ. അപ്പൊ 12 + 4y² = 48 എന്ന് കിട്ടും. 4y² = 36 എന്ന് കിട്ടും. y² 9 എന്ന് കിട്ടും. y ±3 ആണ്. പക്ഷെ നോക്കിയേ, നമ്മുടെ പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, അതുകൊണ്ട് y കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. y 3 ആയിട്ട് എടുക്കാം. അപ്പൊ 2,3 ആണ് എം എന്ന് പറയുന്ന പോയിന്റ്. ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്താ മക്കളെ വേണ്ടത്? ഈ എം എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്ന നോർമൽ അല്ലെ, ആ നോർമല് ലിസ്റ്റ് 2ൽ തന്നിരിക്കുന്ന ഏത് പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്, ഇതല്ലേ അറിയേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് വേണം? ആ നോർമലിന്റെ ഇക്വേഷൻ വേണം. നോർമലിന്റെ ഇക്വേഷൻ വേണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? നോർമലിന്റെ സ്ലോപ്പ് വേണം. നോർമലിന്റെ സ്ലോപ്പ് വേണമെങ്കിൽ എന്ത് വേണം? ഡെറിവേറ്റീവ് വേണം. അപ്പോൾ ഈ എം എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ആ കർവിൽ നിന്നും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ് അല്ലെ. നമ്മുടെ കർവിന്റെ ഇക്വേഷൻ 3x² + 4y² = 48 ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്തേ. 6x + 8y * dy/dx അല്ലെ * y' = 0 കിട്ടത്തില്ലേ മക്കളെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് y' എന്താ കിട്ടുക? y' = -6x / 8y എന്ന് കിട്ടും. ശരിയാണല്ലോ. പക്ഷെ നമുക്ക് എം എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് ആണ് വേണ്ടത് അല്ലെ. എം എന്ന് പറയുന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് എന്താന്ന് നോക്കാം. അതിന് -6 × x പകരം 2 കൊടുക്കാം, /8 × y പകരം 3 കൊടുക്കാം. ശരിയല്ലേ? അപ്പൊ എനിക്ക് -1/2 എന്നല്ലേ കിട്ടുക. ഉറപ്പാണ് അല്ലെ. അപ്പൊ ഡെറിവേറ്റീവ് -1/2. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ നോർമൽ, നോർമലിന്റെ സ്ലോപ്പ് നമ്മൾ എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്? ടാൻജന്റിന്റെ സ്ലോപ്പ് ആണെങ്കിൽ ഈ y' തന്നെ, നോർമലിന്റെ സ്ലോപ്പ് ആണെങ്കിലോ -1/y' അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ നോർമൽ അല്ലെ, സ്ലോപ്പ് ഓഫ് ദി നോർമൽ. നോർമൽ എന്ന് പറഞ്ഞാൽ ടാൻജന്റിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണല്ലോ. സ്ലോപ്പ് ഓഫ് ദി നോർമൽ m = എന്താ എഴുതാൻ പറ്റുക? ടാൻജന്റിന്റെ സ്ലോപ്പ് -1/2 ആണെങ്കിൽ നോർമലിന്റെ സ്ലോപ്പ് 2 ആയിരിക്കും. ഒരു സംശയവും വേണ്ട. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് നോർമലിന്റെ സ്ലോപ്പ് കിട്ടി. ഈ നോർമൽ കടന്നു പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് എം ആണല്ലോ. 2,3 നോർമൽ വരയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നോർമലിന്റെ ഇക്വേഷൻ പറയാമോ? നോർമലിന്റെ ഇക്വേഷൻ എന്താ? y - y കോർഡിനേറ്റ്, എമ്മിന്റെ y കോർഡിനേറ്റ് 3 അല്ലേ. y - y കോർഡിനേറ്റ് സ്ലോപ്പ് × സ്ലോപ്പ് നമുക്ക് നോർമലിന്റെ 2 എന്നല്ലേ കിട്ടിയത്. 2 × x - x കോർഡിനേറ്റ്, x കോർഡിനേറ്റ് 2 അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് y - 3 = 2x - 4 എന്ന് കിട്ടും അല്ലെ. അതായത് y = 2x - 1 എന്ന് കിട്ടത്തില്ലേ. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ട നോർമൽ. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന പോയിന്റുകളിൽ ഏതാണ് ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഓരോരോ പോയിന്റുകളായിട്ട് എടുക്കാം. 1ഉം അതുപോലെ 3ഉം ഓൾറെഡി അല്ല 3ഉം 2ഉം ഓൾറെഡി എടുത്തതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ 1 എന്ന് പറയുന്ന പോയിന്റ് ആണോ നോക്കാം. 1 എന്ന് പറയുന്ന പോയിന്റ് ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുമോ? 1 സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ മക്കളെ. എക്സിന് 1 കൊടുത്താൽ y എന്ന് പറയുന്നത് 1 അല്ലേ. അപ്പൊ 1,1 ഈ പറയുന്ന നോർമലിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ നോർമൽ കടന്നു പോകുന്ന പോയിന്റ് ആയിട്ട് നമുക്ക് 1,1 എടുക്കാം. ശരിയാണ്. അപ്പൊ 1,1 അല്ലെ. അപ്പോ r എന്ന് പറയുന്നത് എവിടേക്ക്? r എന്ന് പറയുന്നത് 1ലേക്ക്, r 1ലേക്കാണ് മാച്ച് ആകുന്നത് അല്ലെ. r 1ലേക്കാണ് മാച്ച് ആകുന്നത് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി നമുക്ക് മാറ്റാം. അപ്പൊ പിന്നെ ആകെ ഒരു ഓപ്ഷനെ ബാലൻസ് ഉള്ളൂ, ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഓപ്ഷൻ ബി അല്ലേ ആൻസർ ആകുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ ഓപ്ഷൻ ബിയും കൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം അല്ലെ.
ഈ എസ് 5ലേക്ക് തന്നെയാണോ പോകുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? എക്സാമിന് ശരിക്കും പറഞ്ഞാൽ ഇത്രയും മതി, കാരണം ഇവിടെ വെച്ച് തന്നെ നമുക്ക് ആൻസർ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലെ. എന്നാലും നമുക്ക് എസും കൂടി ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, എസ് എന്താ പറഞ്ഞിരിക്കുന്നത്? എച്ച് ബി ദ ഹൈപ്പർബോള ഹൂസ് സെന്റർ ഈസ് അറ്റ് ദ ഒറിജിൻ. അപ്പൊ നോക്കിയേ, എച്ച് എന്ന് പറയുന്നത് ഒരു ഹൈപ്പർബോളയാണ്. അപ്പൊ ദാ ഇവിടേക്ക് വരയ്ക്കട്ടെ, കണ്ടോ? എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ എടുത്തു. ഒറിജിൻ ആണ് ഹൈപ്പർബോളയുടെ സെന്റർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഫോക്കസ് എവിടെയാ? 5,0 ഫോക്കസുകളിൽ ഒരെണ്ണം 5,0 അപ്പൊ ഞാൻ ദാ ഇവിടെയാണ് 5,0 എന്ന് എടുക്കുന്നു, കണ്ടോ? അപ്പൊ സെന്റർ ഫോക്കസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഹൈപ്പർബോളയുടെ ഒരു പാർട്ട് ഇതാ ഇങ്ങനെ വരും, വേറൊരു പാർട്ട് ഇതാ ഇവിടെയും വരും. ശരിയല്ലേ? ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി വെക്കാം. ഓക്കെ, സമ്മതിച്ചു അല്ലെ? യെസ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലെ. 5x + 16 = 0. 5x + 16 = 0 എന്ന് പറയുമ്പോ x = -16/5 ആണ്. അപ്പോ നെഗറ്റീവ് എക്സ് ആക്സിസിന്റെ സൈഡിലുള്ള ഡയറക്ട്രിക്സ് ആണ് ഈ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഏതാണ്ട് ഇതാ ഇവിടെ വരും അല്ലെ. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന ഡയറക്ട്രിക്സ്. ഈ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താ മക്കളെ തന്നിരിക്കുന്നത്? 5x + 16 = 0. അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നത് -16/5 ആണ്. ഉറപ്പ്, കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പർബോള കടന്നു പോകുന്ന പോയിന്റ് ലിസ്റ്റ് 2ൽ നിന്നും ഏതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഹൈപ്പർബോളയുടെ എന്ത് വേണം? ഇക്വേഷൻ വേണം. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ദാ ഈ ഫിഗർ നോക്കിയാലേ നിങ്ങൾക്ക് അവിടെ ഫോക്കസ് 5,0 എന്ന് തന്നിട്ടുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഹൈപ്പർബോള ആണെന്നുള്ളതിൽ തർക്കമില്ലല്ലോ. സെന്റർ എന്ന് പറയുന്നത് എവിടെയാ? ഒറിജിൻ ആണ്. അതോടൊപ്പം തന്നെ ഫോക്കസ് വന്നിരിക്കുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത് സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഹൈപ്പർബോളയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് സി എന്നുള്ളത് എനിക്ക് സി = എന്താ സി വരിക? 5 അല്ലെ. അപ്പൊ സി 5 എന്ന് കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ? അതുപോലെ തന്നെ നോക്കിയടാ, നമ്മുടെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x = -16/5 ആണ്. ശരിക്കും നമുക്കറിയാം ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x = a/, ± a/e അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താലേ നമുക്ക് a/e എന്നുള്ളത് എന്താണെന്ന് പറയാം? 16/5 ആണെന്ന് പറയാം. ശരിയാണോ? സമ്മതിക്കോ? x = a/e, x = -a/e. അതല്ലേ ഹൈപ്പർബോളയുടെ രണ്ട് ഡയറക്ട്രിസസ്. അപ്പൊ ഇവിടെ ഒരു ഡയറക്ട്രിസസ് x = -16/5 ആണെന്ന് തന്നാൽ നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? a/e ആയിട്ട് 16/5 എടുക്കാമെന്നല്ലേ. a/16/5 അവിടെ ഇരിക്കട്ടെ. ഇനി സി നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട്. ഈ സി എന്ന് പറയുന്നത് ശരിക്കും മക്കളെ AE അല്ലേ? a × e അല്ലേ നമ്മൾ സി എന്ന് വിളിക്കുന്നത്. അപ്പൊ a × e 5 എന്നുണ്ട്. ഇക്വേഷൻ നമ്പർ 2 അല്ലേ. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താ ഇക്വേഷൻ നമ്പർ 1നെ ഇക്വേഷൻ നമ്പർ 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 1ഉം 2ഉം കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ a/e × AE = 16/5 × 5 എന്ന് കിട്ടും. ഇവിടെ നിന്ന് നോക്കിയേ, a² 16 എന്ന് കിട്ടും. a² കിട്ടിയല്ലോ. a² കിട്ടിയാൽ നമുക്ക് അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? e കണ്ടുപിടിക്കാം അല്ലെ. b² കണ്ടുപിടിക്കാം. എങ്ങനെയാ b² കണ്ടുപിടിക്കുന്നത്? ഹൈപ്പർബോള ആണെങ്കിൽ b² കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. b² = a² × e² - 1. വേണമെങ്കിൽ a² e² - a² എന്ന് എഴുതാമല്ലോ അല്ലെ. a² e² എന്താ? a² e². AE നമുക്ക് അവിടെ ഉണ്ടല്ലോ. AE എന്ന് പറയുന്നത് വളരെ ക്ലിയർ 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ a² e² എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണല്ലോ. -a² 16 ആണെന്ന് അവിടെ ഉണ്ടല്ലോ. 9 എന്നല്ലേ മക്കളെ കിട്ടുക അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൈപ്പർബോള ഇക്വേഷൻ എന്താകും? x² a² ആയിട്ട് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 16. x² / 16 - y² b² എത്രയാ കിട്ടിയത്? 9 എന്ന് കിട്ടി. = 1 എന്ന് കിട്ടും. കണ്ടോ? അപ്പൊ x² / 16 - y² / 9 = 1 എന്നുള്ളതാണ് നമ്മുടെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് പോയിന്റ് ആണ് ലിസ്റ്റ് 2ലുള്ളത്? ഇതല്ലേ നോക്കേണ്ടത്. 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ഞാൻ ആ 5th പോയിന്റ് ഒന്ന് എടുക്കാം. 8,3√3 എന്നല്ലേ മക്കളെ വന്നിരിക്കുന്നത് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. x ന് 8ഉം
വൈക്ക് 3√3 കൊടുത്താൽ അല്ലെ നമ്മുടെ ഇക്വേഷന്റെ LHS എന്താ വരുന്നതെന്ന് നോക്കാം. x²/16 അതായത് 8²/16 64/16 മൈനസ് y²/9 y 3√3 3√3യുടെ സ്ക്വയർ എത്രയാ 27 അല്ലേ 27/9 is equal to എത്ര കിട്ടും 4 അല്ലേ 4 മൈനസ് 3 1 എന്നല്ലേ കിട്ടുന്നത്. അത് തന്നെയല്ലേ RHS. അപ്പൊ നമുക്ക് എന്ത് കിട്ടി 8,3√3 എന്ന് പറയുന്ന പോയിന്റ് ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നാണ് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ 5ലേക്കാണ് അത് മാച്ച് ആകേണ്ടത്. ദാ 5ലേക്ക് തന്നെയല്ലേ മാച്ച് ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്.